ഹായ് ഗൈസ്, ഞാനൊരു സിനിമ കണ്ടു. ഈ സിനിമ കാണുമ്പോൾ ചിലർക്കെങ്കിലും തോന്നുന്ന ഒരു കാര്യമായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന്. കുട്ടികളോട് അധ്യാപകർക്കെന്നല്ല, പ്രത്യേകിച്ച് ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്ന്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ കുട്ടികളോടുള്ള ലൈംഗികപരമായ ചൂഷണം അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസ്. ഞാൻ പറഞ്ഞു വരുന്നത് നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കി 2011 പുറത്തിറങ്ങിയ ഒരു കൊറിയൻ സിനിമയാണ്. സിനിമയുടെ പേര് സൈലൻസ്ഡ് എന്നാണ്. ഡൊഗാനി എന്നാണ് സിനിമയുടെ ഒറിജിനൽ നെയിമായിട്ട് വരുന്നത്. നമ്മുടെ സ്ക്വിഡ് ഗെയിമിൻ്റെ സംവിധായകൻ തന്നെയാണ് ഈ സിനിമയും സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതൊരു റിയൽ സംഭവത്തെ കാണിക്കുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ സിനിമയുടെ കുറേ സീൻസൊക്കെ കുറച്ച് ഡിസ്റ്റർബിംഗ് ആണ്. അതായത് ഞാൻ പറഞ്ഞു കുട്ടികളോടുള്ള സെക്ഷൽ അബ്യൂസ് ഒക്കെ ഉണ്ട്. സോ അത്തരം സീനുകളൊക്കെ വളരെ ഡിസ്റ്റർബിംഗ് ആണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏതൊരു വ്യക്തിക്കും ബുദ്ധിമുട്ടാണ് ഇത് കണ്ടിരിക്കാനായിട്ട്. സോ തീർത്തും പറ്റാത്ത ആളുകൾ ഈ സിനിമ അവോയ്ഡ് ചെയ്യുക. മിണ്ടാനും കേൾക്കാനും കഴിവില്ലാത്ത കുട്ടികൾ ഇവർ വർഷങ്ങളായിട്ട് സെക്സ്വലി അബ്യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചിട്ട് പോലും കോടതിയുടെ മുമ്പിൽ അവർക്ക് വേണ്ട നീതി നിഷേധിക്കപ്പെടുകയാണ്. ഇതാണ് സിനിമയുടെ കോറായിട്ടുള്ള കാര്യം. ഒരു കറപ്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തെയും കണ്ണിച്ചോരയില്ലാത്ത കുറച്ച് മനുഷ്യരെയാണ് സിനിമ നമുക്ക് കാണിച്ചു തരുന്നത്. മ്യൂസിൻ എന്ന് പറയുന്നൊരു സ്ഥലം, ഇവിടെ കേൾക്കാനും സംസാരിക്കാനും പറ്റാത്ത കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ. ഈ സ്കൂളിലേക്ക് ഡ്രോയിങ് ടീച്ചറായിട്ട് കടന്നു വരുന്ന ആളാണ് ഇൻഹോ. ഇൻഹോയിലൂടെയാണ് സിനിമ നമ്മളോട് കഥ പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻഹോ ഈ സ്കൂളിലേക്ക് വരുമ്പോൾ ഈ സ്കൂൾ ഒരു ഡാർക്ക് മൂഡി അന്തരീക്ഷമാണ്. ഈ സ്കൂളിൽ ഒരു ഹാപ്പിനെസ് എവിടെയും ഇൻഹോയ്ക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. കുട്ടികളെല്ലാവരും ഒരു എനർജി ഇല്ലാത്ത പോലെ, എല്ലാവരും ഒരു തളർന്ന അവസ്ഥയിലാണ് ഇരിക്കുന്നത്. എല്ലാവരുടെയും ഫേസിൽ നമുക്കൊരു ഡിപ്രഷൻ എന്ന അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ഇൻഹോയ്ക്ക് ഈ കുട്ടികളുമായിട്ട് ഒരു ടീച്ചർ സ്റ്റുഡൻറ് ഒരു ഗുഡ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇൻഹോ സ്റ്റാഫ് റൂമിൽ വെച്ച് ഒരു കാഴ്ച കാണുന്നത്. ഒരു കുട്ടിയെ ഒരു സാറ് കൈ ഉപയോഗിച്ച് അടിക്കുകയാണ്. അതായത് അടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മൃഗീയമായിട്ടാണ് അടിക്കുന്നത്. ഈ കുട്ടിയുടെ മൂക്കൊക്കെ പൊട്ടി ബ്ലഡ് വരുന്നുണ്ട്. എന്നിട്ട് കൂടി ഇയാൾ നിർത്തുന്നില്ല. ഇയാളിങ്ങനെ തല്ലിക്കൊണ്ടിരിക്കുകയാണ് ഈ ചെറുക്കനെ. അപ്പോൾ ഇൻഹോ ഇത് തടഞ്ഞിട്ട് ഇയാളോട് ചോദിക്കുക, എന്തിനാണ് നിങ്ങൾ ഈ കുട്ടിയെ ഇങ്ങനെ തല്ലുന്നത്? അപ്പോൾ ഇയാൾ പറയാണ്, ഇവനും 2 പെൺകുട്ടികളും കൂടി ഇന്നലെ രാത്രി ഹോസ്റ്റലിൽ നിന്നും ചാടി പോകാനായിട്ട് ശ്രമിച്ചു എന്ന്. ഇത് പറഞ്ഞു തീർന്നിട്ട് ഇയാൾ വീണ്ടും ഈ കൊച്ചിനെ അടിക്കുകയാണ്. അപ്പോൾ ഇൻഹോ ഇത് കണ്ടിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റാഫ് റൂമിനകത്ത് നടക്കുന്ന ഒരു സംഭവം. ഈ സ്റ്റാഫ് റൂമിനകത്ത് ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ടീച്ചേഴ്സ് അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഇവരാരും ഇത് ശ്രദ്ധിക്കുന്ന പോലുമില്ല. അതായത് അതൊരു നോർമൽ സംഭവമാണ്. എല്ലാ ദിവസവും ഇവിടെ നടക്കുന്ന ഒരു സംഭവം പോലെയാണ് ഇൻഹോയ്ക്ക് അന്നേരം ആ കാര്യം മനസ്സിലാവുന്നത്. അതേ ദിവസം രാത്രി തന്നെ ഹോസ്റ്റലിൽ വെച്ച് വേറൊരു സംഭവം ഇൻഹോ കാണുകയുണ്ടാവുകയാണ്. അതായത് ഒരു പെൺകുട്ടി, ഇതും സംസാരിക്കാനും കേൾക്കാനും കഴിവില്ലാത്തൊരു പെൺകുട്ടി. ഈ പെൺകുട്ടിയെ ഈ ഹോസ്റ്റലിലെ വാർഡൻ വർക്കിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വാഷിംഗ് മെഷീനകത്ത് തല പിടിച്ച് ഇങ്ങനെ മുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇൻഹോ അവിടെ നിന്നും ആ കുട്ടിയെ പിടിച്ച് മാറ്റിയിട്ട് ഇവരോട് ചോദിക്കുക, എന്താ ചെയ്യുന്നതെന്ന്. അപ്പോൾ അവർ പറയുന്നത്, ഞാൻ നിങ്ങളെ ഡിസിപ്ലിൻ പഠിപ്പിക്കുകയാണെന്നാണ്. അപ്പോൾ ഇൻഹോയ്ക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ ഫിസിക്കലി ഹറാസ് ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റാണ് ഇവിടെ ഉള്ളതെന്ന് കൃത്യമായിട്ട് ഇൻഹോയ്ക്ക് മനസ്സിലാവും. അപ്പോൾ ഇൻഹോ പിന്നെ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഒരു ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റിനെ ബന്ധപ്പെടും. യൂമി എന്നാണ് ഈ ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റിൻ്റെ പേര്. ഈ ക്യാരക്ടറിനൂടെ വന്നു കഴിയുമ്പോഴത്തേക്കാണ് സിനിമ നല്ലൊരു ഫ്ലോയിലേക്ക് വരുന്നത്. അപ്പോൾ യൂമിയും ഇൻഹോയും കൂടെ ഈ കുട്ടികളോട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോഴാണ് അവർ ശരിക്കും ഞെട്ടിപ്പോകുന്നത്. അതായത് ലിറ്ററലി ഇവരെ അടിക്കുക, തൊഴിക്കുക, ചവിട്ടുക ഇത് മാത്രമല്ല, ശരിക്കും ഈ സ്കൂളിലെ ഫാക്കൽറ്റീസ്, ടീച്ചേഴ്സ്, ഈവൻ പ്രിൻസിപ്പൽ വരെ വർഷങ്ങളായിട്ട് ഈ കുട്ടികളെ സെക്ഷുവലി അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആ പ്രിൻസിപ്പളായിട്ട് വരുന്ന ഒരാളുണ്ട്, അയാളെ നമുക്ക് തല്ലിക്കൊല്ലാനായിട്ട് തോന്നും. കാരണം അയാൾ എന്താണ് ഇവരോട് ചെയ്യുന്നത് നമുക്ക് കണ്ടു കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അയാൾ ചെയ്യുന്നത്. അങ്ങനെ യൂമിയും ഇൻഹോയും ഈ കുട്ടികളിൽ നിന്ന് തന്നെ തെളിവുകൾ എടുക്കാനായിട്ട് ശ്രമിക്കും. അതായത് ഇതിൽ മെയിനായിട്ട് 3 കുട്ടികളെയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ 3 കുട്ടികളോട് ഇൻഹോയും യൂമിയും കാര്യങ്ങൾ ചോദിച്ചിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ഒരു വീഡിയോ ദൃശ്യമായിട്ട് ഇവർ പകർത്തിയെടുത്തു. ഇവർ പറയുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് പറയാൻ സാധിക്കില്ല. ഇവർ സൈൻ ലാംഗ്വേജ് വഴിയാണ് ഓരോ കാര്യങ്ങളൊക്കെ ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഇൻഹോയും യൂമിയും കൂടെ ഒരു കേസ് ഫയൽ ചെയ്യും. ഈ കേസ് ഫയൽ ചെയ്യുമ്പോൾ തന്നെ ഈ വ്യക്തികൾ, ഈ അഡ്മിനിസ്ട്രേഷൻ, ഈ പ്രിൻസിപ്പൾ, ഫാക്കൽറ്റി മെമ്പർ ഇവരെല്ലാം അറസ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഈ വീഡിയോ ദൃശ്യങ്ങളും കാര്യങ്ങളും എല്ലാം വളരെ സോളിഡായിട്ടുള്ള തെളിവുകളാണ് ഈ വ്യക്തികൾക്കെതിരെ. പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ ഇവർക്ക് അർഹതപ്പെട്ട നീതി കോടതിയിൽ നിന്നും നിഷേധിക്കപ്പെടുകയാണ്. കോടതിക്ക് മനസ്സിലാവുന്നുണ്ട് ശരിക്കും ഇവിടെ സെക്ഷൽ അബ്യൂസ് നടന്നിട്ടുണ്ട്, ഈ ഫാക്കൽറ്റീസ് ഈ കുട്ടികളെ വളരെ മൃഗീയമായി പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് കോടതിക്ക് മനസ്സിലായിട്ട് പോലും കോടതി അവർക്ക് നൽകുന്ന ശിക്ഷയെന്ന് പറഞ്ഞാൽ വളരെ 1 വർഷത്തിനകത്ത് ഉള്ള ശിക്ഷകൾ മാത്രമാണ് ഈ ഈവിളായിട്ടുള്ള ഈ മനുഷ്യർക്ക് കൊടുക്കുന്നത്.
കാരണം ഈ കേസിലെ ഈ സസ്പെക്ട്സ് എന്ന് പറയുന്ന ആളുകൾ ആ സൊസൈറ്റിയിലെ ആ അഡ്മിനിസ്ട്രേഷനിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകളാണ്. ഇവർ ഈ കോർട്ടിലെ ജഡ്ജിനെ ഉൾപ്പെടെ പൈസ കൊടുത്ത് മേടിച്ചിരിക്കുകയാണ്. ആ ഒരു ലീഗൽ സിസ്റ്റത്തിന്റെ കറപ്ഷനെയും കൂടെയാണ് സിനിമ അവിടെ കാണിച്ചു തരുന്നത്. അതായത് ഈവൻ ദോ ന്യായവും നീതിയും ഒക്കെ നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ പോലും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി എന്ത് അട്രോസിറ്റിയും ആളുകൾ മറച്ചു വെക്കും എന്ന് ഈ സിനിമയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സിനിമ ഒരു ഹാപ്പി എൻഡിങ് അല്ല നമുക്ക് തരുന്നത്. ഇപ്പോഴും സിനിമ അവസാനിക്കുമ്പോഴും അവരുടെ അർഹതപ്പെട്ട നീതി ലഭിക്കാതെ അവർക്ക് നീതി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. അവർ ആ നീതിക്ക് വേണ്ടി പൊരുതുന്ന കാണിച്ചിട്ടാണ് സിനിമ അവസാനിക്കുന്നത്. സോ സിനിമയിൽ യൂമി എന്ന ക്യാരക്ടർ ഇൻഹോയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് ലോകത്തെ മാറ്റിമറിക്കാനല്ല, മറിച്ച് ലോകം നമ്മളെ മാറ്റിമറിക്കാതിരിക്കാൻ വേണ്ടിയാണ്. സോ സിനിമ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. ചിലപ്പോൾ വളരെ പെയിൻഫുൾ ആയിരിക്കും. ഞാൻ കുറച്ച് പെയിൻഫുൾ ആയിട്ടാണ് ഈ സിനിമ കണ്ടിരുന്നത്. ഈ സിനിമ കൊറിയൻ പൊളിറ്റിക്സിൽ തന്നെ നല്ല ഓളങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള സിനിമയാണ്. അത് സിനിമ വന്നതിന് ഒരാഴ്ച എന്തോ സംഭവം കഴിഞ്ഞതിന് ശേഷം ഈ കേസ് കോടതി റീഓപ്പൺ ചെയ്തു. എന്നിട്ട് അന്വേഷണം വീണ്ടും പുനരാരംഭിച്ചു. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ശിക്ഷ അനുഭവിക്കുന്ന ആളുകളുടെ ശിക്ഷാ കാലാവധി കൂട്ടുകയും കുറേ കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് ലോസ് കൊണ്ടുവരികയൊക്കെ കോടതി ചെയ്തു. അങ്ങനെ കൊറിയൻ പൊളിറ്റിക്സിനെ അല്ലെങ്കിൽ ലോയെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഇത്. സോ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. കുറച്ച് പെയിൻഫുള്ളാണ്. സോ കണ്ടിട്ടുള്ളവർ തീർച്ചയായിട്ടും അഭിപ്രായം രേഖപ്പെടുത്തുക. വീണ്ടും വേറെ സിനിമയായിട്ട് കാണാം. ബൈ.